കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്രയ്ക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ സർക്കാർ ആലോചന. മലബാറിൽ ഉൾപ്പെടെ ഓർഡിനറി സർവീസുകളുടെ എണ്ണം കുറവായതിനാലാണ് നീക്കം. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ പ്രതികരിച്ചു. കെഎസ്ആർടിസിയെ ആശ്രയിക്കുന്നത് 10 മുതൽ 12 ലക്ഷം സ്ത്രീകളെന്നാണ് കണക്ക്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതോടെ കണക്ക് ഇനി ഉയരും. 5772 ബസ്സുകളാണ് കെഎസ്ആർടിസിയുടെ പക്കലുള്ളത്. അതിൽ അറ്റകുറ്റപ്പണിക്കായി 700 ബസ് കട്ടപ്പുറത്തായിരിക്കും. ഫലത്തിൽ സർവീസ് നടത്തുന്നത് 5000 ബസ്സുകളെന്ന് ചുരുക്കം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ് കുറവായതിനാൽ സ്ത്രീ സൗജന്യ യാത്രയിലെ ഗുണം പ്രതിഫലിക്കില്ലെന്ന വിലയിരുത്തലുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കുവാൻ ആലോചിക്കുന്നത്. കുറഞ്ഞത് 500 ബസ്സെങ്കിലും വേണ്ടിവരും. സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാളെ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. പിന്നെ പടിപടിയായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് കെഎസ്ആർടിസിയുടെ എല്ലാ സർവീസും കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ കെഎസ്ആർടിസി തീരെ കടന്നു ചെല്ലാത്ത ചില കോണുകളിലേക്ക് ഈ സാഹചര്യത്തിൽ ചെല്ലേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ ഓർഡിനറിയെന്നും ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏതിലാണോ അത് സ്ത്രീകൾക്ക് തിരിച്ചറിഞ്ഞ് കയറാൻ സാധിക്കും. സൗജന്യ യാത്രയ്ക്ക് നൽകുക ഡമ്മി ടിക്കറ്റാകും. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും മാർക്ക് ചെയ്യും. ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്നുള്ളതും ക്രമീകരിക്കും. പദ്ധതി മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച പഠനം കെഎസ്ആർടിസി ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.